ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് രാജ്കോട്ട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകുവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നമ്മളുടെ ക്ലാസ്സിൽ 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ ഈ 10-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് പിന്നിയ തലമുടിയെക്കുറിച്ച് അത്രേ നാം ചിന്തിച്ചത്. ആ നിലയിൽ ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനും കഴിഞ്ഞ ആഴ്ചയിൽ ഇടയായി. ഇന്ന് അതേ വാക്യത്തിൽ ആഭരണം അണിയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഭരണ ഭ്രമത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ആഭരണ ഭ്രമം വിശ്വാസിയായ സ്ത്രീക്ക് പൊന്നാഭരണങ്ങളോടുള്ള മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ചിന്തനീയമായ വിഷയം. വളരെയേറെ പ്രതിവാദികൾക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. എങ്കിലും ഒരു ചെറിയ കാര്യം ഓർപ്പിച്ച് ഇന്നത്തെ ലഘുപഠനം അവസാനിപ്പിക്കാം. 3 കാര്യമാണ് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ശ്രദ്ധിക്കേണ്ടത്. അവ ശ്രദ്ധിക്കാതെ വന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ താളപ്പിഴകൾ വന്ന് ഭവിക്കാം. 1 പൊന്ന്, അതുപോലെ തന്നെ പെണ്ണ്, മണ്ണ്, ഈ ത്രയത്വത്തെ മറികടന്ന് പോകുന്നവൻ ആത്മീയത്തിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കെരൂബിനെ സൃഷ്ടിച്ചത് നവരത്നങ്ങളാലാണ്. എസെക്കിയേലിന്റെ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് അത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവൻ്റെ സൗന്ദര്യം നിമിത്തം ഗർവിച്ചു പോവാനിടയായി. ദൈവം അവനെ നിലത്ത് ഇട്ട് കളഞ്ഞു. തുടർന്ന് അത് മനുഷ്യനെ സൃഷ്ടിച്ചത് നവരത്നങ്ങൾ കൊണ്ടായിരുന്നില്ല, മണ്ണുകൊണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദൈവ തേജസ്സിൻ്റെ അങ്കി നഷ്ടപ്പെട്ട മനുഷ്യന് യഹോവയായ ദൈവം പിന്നീട് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചതല്ലാതെ ആഭരണങ്ങൾ അണിയിച്ചതായി കാണുന്നില്ല. മാത്രമല്ല അവൻ്റെ കാതിലോ മൂക്കിലോ അത് ഒരു തുളയിട്ടതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആവശ്യമെങ്കിൽ ദൈവം അത് തീർച്ചയായും ചെയ്തേന്. അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് കാണിക്കുന്നു. മനുഷ്യൻ്റെ 3 പ്രധാന കാരണങ്ങളാലാണ് അത് ആഭരണ ഭ്രമക്കാരോട് അത് പറയാറുള്ളത്. ഒന്നാമതായി ഈ സ്ഥാനമാനങ്ങളാണ്. സ്ഥാനമാനങ്ങളുടെ നിലനിൽപ്പിനെ ഉറപ്പിക്കുന്നതിനായിട്ടാണ്
ഈ കാര്യം ഉപയോഗിക്കുന്നത്. 2, ദേവന്മാരെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെയോ ദേവിമാരുടെയോ രൂപത്തിൽ അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കുക. 3, സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ ആഭരണധാരണത്തിൻ്റെ വികാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമ സഭ അനാദി കാലം മുതൽ ദൈവത്തിൽ മറിഞ്ഞു കിടക്കുന്ന മർമ്മമായിരുന്നു. സഭാ ജനങ്ങളെ കർത്താവ് തൻ്റെ കൃപാവരങ്ങളാലാണ് അലങ്കരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആഭരണധാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹാരാധനയ്ക്കും അകൃത്യം ചെയ്യുന്നതിനും ഹേതുവായി തീർന്ന ആഭരണധാരണത്തെ ശക്തമായി പ്രവാചകന്മാർ താക്കീത് ചെയ്തിട്ടുണ്ട്. യാക്കോബിൻ്റെ കുടുംബത്തിൽ ഉണർവ് ആരംഭിച്ചപ്പോൾ തങ്ങളുടെ കാതിലെ കുണുക്കുകളും മറ്റ് ആഭരണങ്ങളും ഊരിക്കളഞ്ഞ് അത് കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടതായിട്ട് നമ്മൾ വായിക്കും. ഉൽപ്പത്തി 35:4 മുതൽ 6 വരെയുള്ള വാക്യം. പുറപ്പാട് പുസ്തകം 33:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആഭരണ വർജനത്തിന് വേണ്ടിയുള്ള ശക്തമായ ആത്മീയ ആഹ്വാനം നടത്തിയതായി കാണാം. ജനത്തിൻ്റെ ദുശാഠ്യം ഹേതുവായിട്ടാണ് ആഭരണം അണിയാൻ തുനിഞ്ഞത്. അവ നീക്കം ചെയ്യാത്ത പക്ഷം ദൈവം അവരെ നശിപ്പിച്ചു കളയുമെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. സിയോൻ പുത്രിയുടെ കൃത്രിമ അലങ്കാരങ്ങൾ അവയുടെ പരിണിത ഫലങ്ങളും യെശയ്യാ 3:16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് സപ്പോർട്ടായി ഉപോത്ബലകമായി പ്രവാചകൻ രമ്യ 4:30 രേഖപ്പെടുത്തിയിരിക്കുന്നത്, രക്താംബരങ്ങൾ ധരിച്ചാലും പൊന്നാഭരണങ്ങൾ അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു എന്നാണ്. 2 രാജാവ് 9:30 ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ കേട്ടിട്ട് തൻ്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിലൂടെ നോക്കി. എന്നാൽ അതിൻ്റെ പരിണിത ഫലം ആ കിളിവാതിലൂടെ അവളെ താഴെ തള്ളിയിടുവിൻ എന്ന് യേഹൂ പറഞ്ഞു. ഉടനെ അവളെ താഴെയിട്ടു. അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പിത്തുകളും അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിൻ്റെ മാംസം തിന്നുകളഞ്ഞു. പ്രവാചകനായ ഏലിയാവിൻ്റെ പ്രവചന നിവൃത്തിയാണ് ഈ വാക്യങ്ങളിലൂടെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത്. നോക്കുക, ലോകപ്രകാരമുള്ള അലങ്കാരങ്ങൾക്കായി ദൈവമക്കൾ തുനിയരുത്. ദൈവകൃപയുടെ അലങ്കാരങ്ങൾ അത്രേ നമുക്ക് വേണ്ടിയത്. 1 തിമോത്തി 6:8 നാം ആ നിലയിൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ആഹാരവും വസ്ത്രവുമാണ് ഇവിടുത്തെ വിവക്ഷ. ആഹാരം പാകം ചെയ്യാൻ ഒരു ഭവനം, നഗ്നത മറയ്ക്കാൻ വസ്ത്രങ്ങൾ, അത് ആവശ്യമാണ്. തിരുവെടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മത്തായി 6:11. അല്ലാതെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഭരണം തരണമേ എന്ന് പ്രാർത്ഥിപ്പിച്ചതായിട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. സ്വർഗസ്ഥനായ പിതാവ് ആവശ്യമുള്ള ആഹാരപാനീയങ്ങളും വസ്ത്രത്തിൻ്റെ കാര്യവും മുടങ്ങാതെ നൽകും എന്നുള്ളത് സത്യമായ കാര്യമാണ്. എന്നാൽ ആഭരണത്തിൻ്റെ കാര്യത്തിൽ ഈ ഭാഗം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നില്ല. 1 തിമോത്തി 2:9 യോഗ്യമായ വസ്ത്രം ധരിക്കണം, എന്നാൽ യോഗ്യമായ ആഭരണം ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വിലയേറിയ വസ്ത്രം അരുത് എന്ന് എഴുതി സൂക്ഷിച്ച് പഠിച്ചാൽ വിലയേറിയ ആഭരണം എന്ന് എഴുതിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. ആകയാൽ വരുന്ന ദിവസങ്ങളിൽ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ആഭരണവും അതുപോലെ അഹങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതും സൗന്ദര്യം കാണിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന ഈ വിധമായ കാര്യങ്ങൾ വിശ്വാസികൾ അത് അണിയാതിരിക്കുന്നതും ആ നിലയിൽ ചെയ്യാതിരിക്കുന്നതുമാണ് ഉചിതം എന്ന് തിരുവെഴുത്തിലൂടെ
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നുപോലെ മഹത്വപ്പെടുമാറാകട്ടെ.